ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിനെ ചൊല്ലി എൻ.ഡി.എയിൽ ഭിന്നത. സമാന്തര യോഗം വിളിച്ച 6 ഘടക കക്ഷികൾ ഫണ്ട് തട്ടിപ്പ് ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന് കത്തയച്ചു. കുറ്റക്കാരെ പുറത്താക്കണം, മുന്നണി പൊതുസമൂഹത്തിൽ നാണം കിട്ടുന്ന കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖർ. ഒരു 15 ദിവസം മുമ്പേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന് ഞങ്ങൾ 7 പേര് ഒപ്പിട്ട്, ഇതിലെ പ്രധാനപ്പെട്ട 7 ഘടകകക്ഷികൾ ഒപ്പിട്ട് എൻ.ഡി.എ വിളിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം ഇപ്പം നാണക്കേട്, എൻ.ഡി.എക്ക് നാണക്കേട്. ബി.ജെ.പിയുടെ വിഷയം എൻ.ഡി.എയിൽ നിൽക്കുന്ന എല്ലാവർക്കും നാണക്കേടായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വിവാദങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വരണതൊക്കെ പതിവാണ്. സംക്ഷിപ്തമായിട്ട് അതിന് മറുപടി പറയണം. അന്വേഷണ കമ്മീഷൻ വച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് എന്തെന്ന് പറഞ്ഞുകൂടെ? ഒളിക്കാൻ ഇതിലൊന്നും പാടില്ല. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണം. അപ്പോൾ ബാക്കിയുള്ളവർ ശുദ്ധിയാവും. ഇതിപ്പം കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടെങ്കിൽ അത് മാത്രം പിടിച്ച് വെളിയിലാക്കുക. നല്ലവർക്ക് കൂടി കള്ളൻ്റെ സാധനം കിട്ടാനാണ് ഇങ്ങനെ വച്ച് ഒളിക്കുന്നത്. ഇതിനൊന്നും എനിക്ക് യോജിപ്പില്ല. ഘടകകക്ഷികൾ അയച്ച കത്ത് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി വി.എസ്. അനു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അനു, ഈ ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കണ്ടെത്തലുകളും ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമാണ് പുറത്തേക്ക് വന്നിരുന്നത്. ഇതിലെല്ലാം ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തി ഉണ്ടെന്നാണോ ഈ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അരുണ്യ, ബി.ജെ.പിയെ ആകെ പ്രതിസന്ധിയിലാക്കിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ ബി.ജെ.പിക്ക് അപ്പുറത്തേക്ക് അത് എൻ.ഡി.എ ഘടകകക്ഷിയിലാകെ വലിയ വിവാദമായി അത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനം ബി.ജെ.പി ആണല്ലോ എൻ.ഡി.എ കക്ഷ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി. എന്നാൽ ആ പാർട്ടി കൂടാതെ മറ്റ് 6 ഘടകകക്ഷികൾ ചേർന്ന് യോഗം ചേർന്നിരിക്കുന്നു, സമാന്തര യോഗം ചേർന്നിരിക്കുന്നു. യോഗം ചേരുക മാത്രമല്ല, അടിയന്തരമായി എൻ.ഡി.എ യോഗം വിളിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ചർച്ച ചെയ്യണം, ഇക്കാര്യത്തിൽ കുറ്റക്കാരെ പുറത്താക്കണം, നടപടിയെടുക്കണം, അത് പൊതുസമൂഹത്തെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കത്തയച്ചിരിക്കുന്നു എൻ.ഡി.എ ഘടകകക്ഷികൾ. അതായത് ഭാരതീയ കാമരാജ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖർ, വി രാജേന്ദ്രൻ എസ്.ജെ.ഡിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, കുരുവിള മാത്യൂസ് എൻ.കെ.എസ്.യുടെ സംസ്ഥാന അധ്യക്ഷനാണ്, കെ.ടി. തോമസ് എൻ.പി.പിയുടെ ദേശീയ സംസ്ഥാന അധ്യക്ഷനാണ്, അരുൺ വേലായുധൻ എൽ.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതായത് 6 പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ ചേർന്ന് ഇക്കഴിഞ്ഞ 16-ാം തീയതി, അതായത് 7-ാം മാസം, കഴിഞ്ഞ മാസമാണ് യോഗം ചേർന്നത്. യോഗം ചേർന്ന് അടിയന്തരമായി എൻ.ഡി.എ യോഗം വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരേക്കും ഈ യോഗം വിളിക്കാനോ ഈ വിഷയം ചർച്ച ചെയ്യാനോ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ, ഭാരതീയ കാമരാജ് കോൺഗ്രസ് നേതാവ്, നമ്മളോട് സംസാരിച്ചത്. ഈ പറയുന്ന വലിയ കൊടിയ അഴിമതിയോടുകൂടി എൻ.ഡി.എ ഘടകകക്ഷികൾ പൊതുസമൂഹത്തിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. പവിത്രമായ കൊടിയെപ്പോലും കമ്മീഷൻ അടിച്ച ആളുകളാണ്. അതുകൊണ്ട് നിലവിൽ വരുന്ന എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് കൃത്യമായ യോഗം വിളിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് ആലോചിച്ച് അത് ജനങ്ങളെ അറിയിച്ച് മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ പറയുന്നത്. മാത്രമല്ല, ഇനിയൊരു എൻ.ഡി.എ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദേശീയ നേതാവിൻ്റെ സാന്നിധ്യം കൂടെ വേണം. അതായത് കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കളുടെ ഒരു സാന്നിധ്യത്തിലാകണം ഇത്തരം ചർച്ചകൾ. ഇത്തരം ചർച്ചകളിലൂടെ തെറ്റ് ചെയ്തവരെ പുറത്താക്കി സംശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കണം എന്നുള്ള കൃത്യമായ നിലപാടാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എൻ.ഡി.എയിൽ ഭിന്നത എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. യോഗം വിളിച്ച് തുടർ നടപടി എടുത്തില്ലെങ്കിൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് കാമരാജ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. വി.എസ്. അനുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.